സാഹചര്യത്തിന് സമ്മാനിച്ചുകൊണ്ടാണ് കപ്പൽ പ്രദക്ഷിണത്തിന് തുടക്കം കുറിക്കുക. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ സംരക്ഷണത്തെ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ പരമദിവികാരുണ്യനാഥനെ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ടാണ് കപ്പൽ പ്രദക്ഷിണത്തിന് തുടക്കം കുറിക്കുക. 3 ദിനരാത്രങ്ങൾ മത്സ്യത്തിന്റെ ഉദരത്തിലിരുന്ന് മാനസാന്തരത്തിന്റെ പശ്ചാത്താപത്തിന്റെ അനുതാപത്തിന്റെ അനുഭവം നമുക്ക് സമ്മാനിക്കുന്ന യോനായുടെ ജീവിത മാതൃകയെ നമുക്ക് സമ്മാനിക്കുവാൻ 3 വട്ടം കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള കപ്പലിന്റെ ഓട്ടം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അന്തിമ വിജ്ഞാനിൽ കിഴക്കെത്തുന്ന ദൈവത്തെ ദർശിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള വലിയ ആഹ്വാനമാണ് 3 വട്ടം മാനവാടിയിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്ന കപ്പൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. എന്നറിയപ്പെടുന്ന 3 നോയമ്പ് ദൈവത്തിന്റെ വാക്കുകേട്ട് ആ വാക്കിനോട് മറുതലിച്ച് സന്നിധിപ്രകാരം യാത്രയെ ആരംഭിച്ച യോന ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്നതും എന്നാൽ കപ്പൽ ക്ഷോഭത്തിൽപ്പെടുന്നതും യോനയെ കപ്പലിൽ നിന്ന് അപരാധികളെ പരിഗണിച്ച് പുറത്തേക്ക് കഴിയുന്നതും അതുവഴി കപ്പൽ ശാന്തമാകുന്നതുമായ ആ ബൈബിൾ സംഭവം ഇങ്ങനെ കാഴ്ചയായി അവതരിപ്പിക്കപ്പെടുകയാണ്. നമുക്കൊരു ജീവിതമേയുള്ളൂ. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ വാക്കുകേട്ട് ക്രമീകരിക്കപ്പെട്ട ജീവിതമാകണം. ദൈവത്തോട് മറുതലിക്കുന്ന ഒരു ജീവിതത്തിനും ഈ ഭൂമിയിൽ സ്ഥാനമില്ല എന്ന് ഈ കപ്പലിന്റെ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വാക്കുകേട്ട് ആ വാക്കനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ തനിക്ക് തനതായി സാന്ത്വനമായി ആശ്രയമായി നിലകൊള്ളുന്ന ദൈവത്തിന്റെ പക്കലേക്ക് തന്നെ എത്തിച്ചേരുമെന്ന് ഈ വിശ്വാസ ആധാര ഘടകങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. കുറവില്ലാതെ കാക്കുന്ന അമ്മയാണ്. പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. നൂറുകണക്കായ കടപ്പൂർ നിവാസികളുടെ കരുത്തുറ്റ കരങ്ങളിലിതാ കപ്പൽ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇവരുടെ കരങ്ങൾ തളരാറില്ല, ഇവരുടെ ചുവടുകൾ പിഴയ്ക്കാറില്ല. ആഞ്ഞടിക്കുന്ന തിരമാലകളെ കീറിമുറിച്ച് മുന്നേറുന്ന കപ്പൽ യാത്ര ദൃശ്യവൽക്കരിക്കുമ്പോൾ കടുപ്പൂർ നിവാസികൾക്ക് ഇതൊരു പുതിയ ചരിത്രവുമല്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ തലമുറ കൈമാറി വന്ന ഒരു ശ്രേഷ്ഠ കർമ്മത്തിന്റെ തുടർച്ചയാണ്. കപ്പൽ പ്രദക്ഷിണത്തിന് കപ്പൽ വഹിക്കുക എന്നുള്ളത് കടപ്പൂർ കരക്കാരായ ഏതൊരാളുടെയും രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന വികാരമാണ്, നെഞ്ചിലേറ്റിയ വികാരമാണ്. തങ്ങളുടെ മുൻമുറക്കാരെ പോലെ കടൽ ദുരന്തത്തിൽ നിന്നും രക്ഷിച്ച ദൈവത്തിന്റെ മുന്നിൽ 2024 ആണ്ടിലും കടപ്പൂർ നിവാസികളുടെ പുതുതലമുറയിത കപ്പൽ വഹിക്കുകയാണ്. കപ്പലിന്റെ സഞ്ചാര ദിശ ചെറിയ പള്ളിക്ക് അഭിമുഖമായി നീങ്ങിയിരിക്കുകയാണ്. ചെറിയ പള്ളി മാർത്തോമാ സഭയിലെ ഭാരത സഭയിലെ ആദ്യ ഏകദേശീയ മെത്രാനായിരുന്ന പറമ്പിൽ ചാണ്ടി മെത്രാന്റെ സ്വകാര്യ പ്രാർത്ഥനാലയമായിരുന്നു വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിലുള്ള ചെറിയ പള്ളി. കപ്പൽ ഇപ്പോൾ ചലിക്കുന്നതാവട്ടെ ചരിത്രത്തിൽ മാർത്തോമാ സഭയിലെ മലബാർ സഭയിലെ ആദ്യ ഏകദേശീയ മെത്രാനായിരുന്ന പറമ്പിൽ ചാണ്ടി മെത്രാന്റെ ഭദ്രാസന ദേവാലയമായിരുന്ന കുറവിലങ്ങാട് പള്ളിയുടെ തിരുമുറ്റത്ത്
കപ്പൽ യാത്രയിലായിരുന്നപ്പോൾ അപകടത്തിൽപ്പെടുകയും ദുരന്തത്തെ മരണത്തെ നേരിടുകയും ചെയ്തപ്പോൾ കടമ്പൂർ നിവാസികൾ കുറവിലങ്ങാടിന്റെ വിശാല കുറവിലങ്ങാടിന്റെ മുത്തിയമ്മയുടെ മക്കൾ നടുക്കടലിൽ നിന്ന് ഉറക്കെ വിളിച്ചു, കുറവിലങ്ങാട് മുത്തിയമ്മയെ, പരിശുദ്ധ ദൈവമാതാവേ, ദുരന്തത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അമ്മ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഞങ്ങൾ തിരിച്ച് നേർച്ചയായി ഒരു കപ്പൽ പണ്ട് ഈ ദേവാലയത്തിൽ സമർപ്പിക്കുകയും എല്ലാ 3 നോമ്പ് പെരുന്നാളിന്റെയും മധ്യദിനത്തിലും അത് സംവഹിക്കുകയും ചെയ്യും എന്നുള്ള പ്രതിജ്ഞയിത കടപ്പൂർ നിവാസികളുടെ പുതുതലമുറയും അണുവിട തെറ്റാതെ പാരമ്പര്യത്തിന്റെ ഭാഗമായി ഈ വർഷവും തുടർന്നു പോരുകയാണ്. നൂറുകണക്കായ കടപ്പൂർ നിവാസികളുടെ കരങ്ങളിൽ ഉയർന്നു താഴുന്ന കപ്പൽ വിശ്വാസത്തിന്റെ പ്രതീകമാണ്. ആടിയുലയുന്ന കപ്പൽ ആഗോള സഭയടക്കം നേരിടുന്ന പ്രതിസന്ധികളുടെ പാഠം പറയുകയാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചു മുന്നേറുന്ന സഭ, ദൈവിക സംരക്ഷണത്തിൽ മുന്നേറുന്ന സഭ ആടിയുലയുകയില്ല എന്ന വലിയ പാഠം നമുക്ക് സമ്മാനിക്കുകയാണ്. ചെറിയ വലിയുടെ തിരുമുറ്റത്ത് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപമിതാ തന്റെ ആത്മീയ തിരുക്കുമാരനായ വിശുദ്ധ സെബസ്ത്യാനോസിനെ ക്ഷണിച്ച് പ്രദക്ഷിണ വീതിയിലേക്ക് ചേർക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നടക്കുക. പരിശുദ്ധ അമ്മ, കുറവലങ്ങാട് മുത്തിയമ്മ, ചെറിയ പള്ളിയിൽ വളരുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സന്നിധിയിലെത്തി തന്റെ ആത്മീയ പുത്രനെ പ്രദക്ഷിണത്തിലേക്ക് ക്ഷണിക്കുന്ന ഈ കാഴ്ച ആണ്ടുവട്ടത്തിൽ ഒരിക്കൽ മാത്രമാണ് നടക്കുക. മാതൃപുത്ര സ്നേഹത്തിന്റെ വലിയ അനുഭവമാണ് വിശ്വാസികൾക്ക് സമ്മാനിക്കുക. ഈ നിമിഷം ആനവായും ചക്കര നേർച്ചയുമായി ബന്ധപ്പെട്ട് ചെറിയ പള്ളി മുറ്റത്തെ മാവിൻചുവട്ടിൽ നിന്നിരുന്ന ഗജവീരൻ മുത്തിയമ്മയുടെ തിടമ്പേറ്റി ചെറിയ പള്ളിയുടെ തിരുനടകൾ ഇറങ്ങി വലിയ പള്ളിയുടെ മുറ്റത്ത് എത്തിയിരിക്കുന്നത് കുറവലങ്ങാടിനു മാത്രം പാരമ്പര്യവും പൗരാണികതയും വിശ്വാസത്തിന്റെ വലിയ കരുത്തുറ്റ പൈതൃകവും ഉൾക്കൊള്ളുന്ന കുറവലങ്ങാടിന് മാത്രം അവകാശപ്പെട്ട ഒരു അനുഭവമാണ്. ആന അകമ്പടി സേവിക്കുന്ന പ്രദർശനം കുറവലങ്ങാടിന്റെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. കുറവലങ്ങാട്ടെ പ്രദർശനത്തിലെല്ലാം തിരുസ്വരൂപങ്ങളുടെ 1ാം സ്ഥാനത്ത് കുടുംബ ജീവിതക്കാരുടെ മധ്യസ്ഥനായ മാരവസ്തേപ്പിന്റെ തിരുസ്വരൂപമാണ് സമർപ്പിക്കപ്പെടുക. ചെറിയ ബലിയുടെ തിരുനടയിൽ പൊൻവെള്ളി കുരിശുകൾക്ക് പിന്നിലായി ഇതാ മാരവസ്തേപ്പിന്റെ തിരുസ്വരൂപം കുടുംബ ജീവിതക്കാരിലേക്ക് വലിയ അനുഗ്രഹം സമ്മാനിക്കുന്ന മാരവസ്തപിതാവിന്റെ തിരുസ്വരൂപം കാളികാവ് കരക്കാർ സമർപ്പിച്ചിരിക്കുകയാണ്. വിശ്വാസത്തിന്റെ നൗക ജനസാഗരത്തിലൂടെ വിശ്വാസ സാഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കാളികാവ് കരക്കാർ തങ്ങളുടെ പാരമ്പര്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പൂർവികർ തുടങ്ങി വെച്ച പാരമ്പര്യത്തെ അണുവിട തെറ്റാതെ ആവർത്തിക്കുകയാണ്. 3 നോമ്പ് തിരുനാളിന്റെ 12 തിരുസ്വരൂപങ്ങൾ സമർപ്പിക്കുക കാളികാവ് കരക്കാരാണ്. വലിയ പള്ളിയിൽ നിന്നെടുക്കുന്ന 8 തിരുസ്വരൂപങ്ങളും ചെറിയ പള്ളിയിൽ നിന്ന് സമർപ്പിക്കപ്പെടുന്ന 4 തിരുസ്വരൂപങ്ങളും അടക്കം 12 തിരുസ്വരൂപങ്ങൾ കാളികാവ് കരക്കാരുടെ ചുമലിലേറിയാണ് അനേകായിരങ്ങളിലേക്ക് വലിയ വിശ്വാസത്തിന്റെ അനുഭവവും അനുഗ്രഹത്തിന്റെ നേരനുഭവവും സമ്മാനിച്ചുകൊണ്ട് എത്തുക.
കപ്പൽ പ്രദക്ഷിണത്തിനും തിരുനാൾ പ്രദക്ഷിണത്തിനും പങ്കെടുക്കുന്നവരെ സംബന്ധിച്ച് വലിയ അനുഗ്രഹത്തിന്റെ നിറമാരിയിലാണ് എല്ലാവരുമായിരിക്കുക. ലോക ചരിത്രത്തിൽ ആദ്യത്തേതും ആവർത്തിച്ചുള്ളതുമായ മരിയൻ പ്രത്യക്ഷീകരണത്തിന് വേദിയായ പുണ്യഭൂമിയിലാണ് നിങ്ങൾ ആയിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ നേട്ടമായി കാണേണ്ടതുണ്ട്. കുറവനങ്ങാട് മുത്തിയമ്മ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് കല്ല് അപ്പമാക്കി നൽകി വിശപ്പ് കെട്ടിയ പുണ്യഭൂമിയിലാണ് നിങ്ങളായിരിക്കുക. പരിശുദ്ധ അമ്മ തെളിച്ചു നൽകി ഇന്നും വറ്റാത്ത നീരുറവയുടെ സമീപത്താണ് നിങ്ങളായിരിക്കുക. പരിശുദ്ധ അമ്മ സ്ഥാനനിർണം നടത്തിയ ദേവാലയത്തിന്റെ അകത്തും പുറത്തുമാണ് നിങ്ങളായിരിക്കുക. പരിശുദ്ധ അമ്മയുടെ കുറവലങ്ങാട് മുത്തിയമ്മയുടെ അഭൗമ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന പുണ്യഭൂമിയിലാണ് ആയിരിക്കുക. മാർത്തോമാ ശ്ലീഹായിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച കള്ളിക്കാടുകാവ് ശങ്കരപുരി പകലോമറ്റം കുടുംബങ്ങൾ കുടിയേറിയ പുണ്യഭൂമിയിലാണ് ആയിരിക്കുക. ആദ്യ നൂറ്റാണ്ടിൽ തുടങ്ങുന്ന ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചക്കാരുടെ പുണ്യഭൂമിയിലാണ് നിങ്ങൾ ആയിരിക്കുക. കുറവലങ്ങാട് മുത്തിയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഒരാണ്ടുവട്ടത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഈ പുണ്യഭൂമിയിൽ ചരിത്ര പ്രസിദ്ധമായ കപ്പൽ പ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറവലങ്ങാട്ടെ കപ്പൽ പ്രദക്ഷിണത്തിന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണുള്ളത്. തലമുറകളുടെ സംഭാവനയാണിത്. എല്ലാ വർഷത്തെയും പോലെ തന്നെ രാവിലെ മുതൽ അണമുറിയാത്ത ജനപ്രവാഹമാണ് കുറവലങ്ങാട് പള്ളിയിലേക്ക്. പള്ളിയും പരിസരവും വഴികളുമെല്ലാം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. കപ്പൽ പ്രദക്ഷിണത്തിൽ പങ്കുചേർന്ന് ആത്മനിർവൃത്തി എന്ന ഒരേ വികാരത്തോടെ ഒരേ ലക്ഷ്യത്തോടെ ഓടിയണയുന്ന മുത്തിയമ്മയുടെ മക്കൾ. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ജനപ്രവാഹം പള്ളിമുറ്റവും പരിസരവും അക്ഷരാർത്ഥത്തിൽ ഒരു ജനസാഗരം തന്നെ തീർത്തിരിക്കുന്ന നയനമനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുക. അമിത്സായുടെ പുത്രൻ യോനായോട് കർത്താവ് കൽപ്പിച്ചു, നീ മഹാനഗരമായ നിലവിലേക്ക് യാത്രയാവുക. അവരോട് തങ്ങളുടെ ദുഷ്ടത മതിയാക്കി ദൈവത്തിങ്കലേക്ക് തിരിയുവാന് ആവശ്യപ്പെടുക. ദൈവത്തിന്റെ സ്നേഹപൂർവകമായ ദാനമാണ് തന്റെ സ്നേഹത്തിന്റെ പ്രതീകമാകുവാനുള്ള ആഹ്വാനം. ഈ ദൈവീക ആഹ്വാനത്തിന് മറുപടി നൽകാതെ കർത്താവിന്റെ വാക്ക് ധിക്കരിച്ച് യോന താർശീസിലേക്ക് കപ്പൽ കയറി. ദൈവസ്വരം കേൾക്കാതിരിക്കുകയും അവിടുത്തോട് ആലോചിക്കാതിരിക്കുകയും ചെയ്ത് സ്വന്തം തിരക്കഥ രചിച്ച യോന നിനവേയുടെ പാപത്തിന് പശ്ചാത്താപത്തിന്റെ വിത്തുപാകാൻ ദൈവം തിരഞ്ഞെടുത്ത യോനായുടെ അനുസരണക്കേടിന് ദൈവത്തിന്റെ കോപം കൊടുങ്കാറ്റായി കടലിൽ രൂപം പ്രാപിക്കുന്ന സമയമാണിത്. കാറ്റ് വീശുകയും പിന്നെ ശാന്തമാകുകയും ചെയ്തേക്കാം. കടൽ ഉയർന്നു വരികയും പിന്നീട് ക്ഷീണിച്ച് താഴുകയും ചെയ്തേക്കാം. എന്നാൽ ഇവിടെ കാറ്റിന് ശാന്തതയില്ല, കടലിന് ക്ഷീണവും. കാരണം ദൈവഹിതം നിറവേറ്റപ്പെടും വരെ കടൽ പ്രക്ഷുബ്ധമായി കൊണ്ടിരിക്കും. മുത്തിയമ്മയുടെ കിടന്തേറ്റിയ ഗജവീരൻ
മുത്തിയമ്മയുടെ പ്രധാന ദൈവാലയത്തിന്റെ പ്രവേശന കവാടത്തിങ്കിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. മുത്തിയമ്മയെ 3 പ്രാവശ്യം വണങ്ങുന്ന, ആത്മീയ ഉണർവ് നൽകുന്ന, വലിയ വിശ്വാസ പ്രഘോഷണത്തിന്റെ അനുഭവം നൽകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. 3 പ്രാവശ്യം തുമ്പിക്കൈ ഉയർത്തി മുത്തിയമ്മയുടെ തിരുസ്വരൂപം വണങ്ങുകയാണ്. തിരുസ്വരൂപം വണങ്ങിയതിനു ശേഷം പരിശുദ്ധ കുറവിലങ്ങാട്ട് മുത്തിയമ്മയുടെ തിരമ്പേറ്റിയ ഗജവീരൻ വീണ്ടും പ്രധാന കവാടത്തിങ്കിലേക്ക് എത്തി പരിശുദ്ധ പരമദിവ്യ കാരുണ്യം എഴുന്നള്ളിയിരിക്കുന്ന സക്രാരിക്ക് 3 പ്രാവശ്യം വന്ദനം ചെയ്യുകയാണ്. ഇതാ 1-ാം പ്രാവശ്യം, 2-ാം പ്രാവശ്യം, ഇതാ 3-ാം പ്രാവശ്യവും പരിശുദ്ധ സക്രാരിക്ക് വന്ദനമർപ്പിച്ച് ദിവ്യകാരുണ്യനാഥന് ആരാധനയർപ്പിച്ച് ഗജവീരൻ പരിശുദ്ധ അമ്മയുടെ വിരമ്പുമായി മുത്തിയമ്മയുടെ പ്രദക്ഷിണ വഴിയിലേക്ക് നീങ്ങുകയായി. പ്രധാന ദേവാലയത്തിന്റെ തിരുമുറ്റത്തുകൂടി മുത്തിയമ്മയുടെ തിടമ്പേറ്റി ഗജവീരൻ മുന്നോട്ടു പോകുമ്പോൾ നമ്മുടെ ഓർമ്മകളെ, ചിന്തകളെ നമുക്ക് ചരിത്രത്തിലേക്ക് ഒരു നിമിഷം പരിശോധിക്കാം. പ്രധാന ദേവാലയത്തിന്റെ ഈ വാതിലുക്കൽ ദേവാലയം നശിപ്പിക്കുവാനായി നിയോഗിക്കപ്പെട്ട ഗജവീരൻ, കരിവീരൻ ഒരിക്കൽ ആനവാതിൽക്കൽ ആഞ്ഞുകുത്തുകയും കൊമ്പ് ഉടക്കിപ്പോവുകയും ചെയ്തു. ദേവാലയത്തിന്റെ ഉള്ളിലായിരുന്ന അന്നത്തെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പുറത്തെത്തി ആനയെ തൊട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് ആനയ്ക്ക് കൊമ്പ് ഊരിയെടുക്കുവാനായി സാധിച്ചത്. പ്രസ്തുത ചരിത്രത്തിന്റെ ഓർമ്മയാണ് 3 നോമ്പ് തിരുനാളിന്റെ മധ്യദിനത്തിൽ കുറവലങ്ങാട് പള്ളിയിൽ പ്രത്യേകമായുള്ള ആനവായിൽ ചക്കര നേർച്ചയെന്ന് ഈ സമയം പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ആനവാതിൽ സംഭവവുമായി ഇഴപിരിയാത്ത ബന്ധത്തിൽ ആനവായിൽ ചക്കര ഇക്കുറിയും കുറവലങ്ങാട് പള്ളിയിൽ നേർച്ചയായി തുടർന്നു പോരുകയാണ്. കുരിശിലാണ് രക്ഷയെന്ന് ഉറക്കെ പ്രഖ്യാപിക്കപ്പെടുന്ന ധന്യമായ നിമിഷങ്ങളിലൂടെ നാം സഞ്ചരിക്കുകയാണ്. കരയിലെ ഏറ്റവും വലിയ ജീവി ആന ഇതാ പരിശുദ്ധ സക്രാരിക്ക് മുമ്പിൽ 3 തവണ വണങ്ങി തന്റെ ആദരവും കടപ്പാടും വിധേയത്വവും പരമകാരുണികനായ ദൈവത്തിന് മുമ്പിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരിശുദ്ധയമ്മ കുറവലങ്ങാട് മുത്തിയമ്മ വാണരുളുന്ന തെക്കേ സങ്കീർത്തിക്ക് മുമ്പിലും ഗജവീരൻ മുട്ടുകൾ മടക്കി തുമ്പിക്കൈയുയർത്തി പരിശുദ്ധ അമ്മയോടുള്ള വിധേയത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഭൂമിയിൽ ജീവിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച നമുക്ക് പരമകാരുണികനായ ദൈവത്തെ വണങ്ങി ഈ നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, കുറവലങ്ങാട് മുത്തിയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂപ്പുകരങ്ങളോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അനേകായിരങ്ങൾക്ക് തന്നെ തേടിയെത്തുന്ന വിശ്വാസ സഹസ്രങ്ങൾക്ക്, തന്റെ മക്കൾക്ക്, തന്റെ തിരുക്കുമാരനിൽ നിന്ന് വലിയ അനുഗ്രഹം പരിശുദ്ധ അമ്മ വാങ്ങി നൽകും.